ലോകത്തിൻ്റെ അവസാനം എന്നുള്ളത് അള്ളാഹുവിൽ മാത്രം പരിമിതമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം എപ്പോൾ ഓരോരുത്തരുടെയും ഖിയാമത്താണ് അവരവരുടെ മരണം. നമ്മളുടെയൊക്കെ ഖിയാമത്താണ് നമ്മളുടെ മരണമാണ്. നമ്മൾ മരിക്കുമ്പോൾ തന്നെ നമ്മളെ അന്ത്യം തന്നെ, അന്ത്യനാളെ നമ്മളെ അന്ത്യനാളെ തന്നെയാണ്. പിന്നീട് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ ബർസഖിലാണ്. ആ ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. അതിന് എന്ത് ചെയ്യണം എന്നാണ് അള്ളാഹു പറയുന്നത്. അത് ഓർത്ത് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കലാണ് നമ്മുടെ കടമ. അതാണ്. അപ്പം ഇവർ അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ എന്നുള്ളതിലൊക്കെ ശക്ക് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിൻ്റെ കാര്യത്തെ സംബന്ധിച്ചവർ വലിയ അന്ധതയിലുമാണ്, അന്ധന്മാരുമാണ് എന്നൊക്കെ കാഫിറുകളായ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞതാണ്. മാത്രല്ല وقال الذين كفروا أإذا كنا ترابا وآباؤنا أإنا لمخرجون. കണ്ടോ, പുനരുത്ഥാന നാളിനെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു വീണ്ടും പറയാണിവിടെ. അവർക്ക് ഈ ശരീരം മണ്ണായി നുരുമ്പിയതിൻ്റെ ശേഷം പിന്നെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നാണ് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറയുന്നു. സത്യനിഷേധികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താ അവർ പറയുന്നത്? ഇദാ കുന്നാ, നമ്മൾ ആയതിൻ്റെ ശേഷമോ, നമ്മൾ ആയിട്ടോ, ഇദാ കുന്നാ നമ്മളായിട്ടോ, എന്തായിട്ടോ? തുറാബൻ, മണ്ണായിട്ടോ. നമ്മൾ മാത്രല്ല, വ ആബാഉന, നമ്മുടെ പിതാക്കളും. അപ്പം നമ്മളും നമ്മുടെ പൂർവിക പിതാക്കളുമൊക്കെ മണ്ണായതിൻ്റെ ശേഷം എന്നിട്ടും നമ്മൾ ലമുഖ്റജൂൻ, പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്നവർ തന്നെയാണെന്നോ. അതെങ്ങനെ ശരിയാവുക? മണ്ണിലൊക്കെ ലയിച്ചു പോയില്ലേ, ഇനി എങ്ങനെ നമ്മൾ പിന്നെ പുറത്തേക്ക് കൊണ്ടുവരിക? നമ്മൾ മാത്രമല്ല, നമ്മളെ വാപ്പാരൊക്കെ കഴിഞ്ഞു പോയിട്ട് എത്ര കാലമായി? ആരും ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇനി നമ്മളായാലും അങ്ങനെ തന്നെയാണ്. ആ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഭൂമിയിലാണ് മരിച്ചാണ്ട് ഒടുങ്ങും ഒക്കെ. പിന്നെ ഇനി ഒരു പുറത്തേക്ക് വരുന്ന കാലമൊന്നും ഉണ്ടാവില്ല എന്നാണ് അവർ. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ വേറെ ഈ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ കുന്നാ ഇളാമൻ, അല്ലേ, റുഫാത്തൻ ഇന്നാ ലമബ്ഊസൂൻ ഇളാമൻ. പിന്നെ എല്ലുകൾ ഇങ്ങനെ കയ്യിലിട്ട് പൊടിച്ചിട്ട് അവരിങ്ങനെ ഊതിയിരുന്നതാണ്. പണ്ടെന്നോ നശിച്ചുപോയ ജീവികളുടെയൊക്കെ അല്ലെങ്കിൽ മനുഷ്യൻ്റെയൊക്കെ നുരുമ്പിയ എല്ലുകളെടുത്ത് കയ്യിലിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ഊതിയിട്ട് ചോദിക്കും, ഇങ്ങനെ നുരുമ്പിയ എല്ലുകളിൽ നിന്ന് വീണ്ടും നമ്മളങ്ങോട്ട് കൊണ്ടുവരിക എങ്ങനെ സാധിക്കാനാണ്? അങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിലുള്ള ആളുകളെ ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ ഖുർആൻ പറയുന്ന മറുപടി എന്താണ്? അതിനെ ആദ്യഘട്ടത്തിൽ ആരാണോ ജീവിപ്പിച്ചത് അവനക്കത് തിരിച്ചു കൊണ്ടുവരുവാൻ യാതൊരു പ്രയാസവും ഇല്ല. ഖുൽ യുഹ്യീഹല്ലദീ അവ്വല മറ. ആരാണ് അതിനെ ആദ്യം ജീവിപ്പിച്ചത് അവന് രണ്ടാമതും ജീവിപ്പിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. അപ്പം ഇതൊക്കെ ഒരു കൂട്ടം ആളുകൾ, എല്ലാവരും ഇങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. വളരെ കുറഞ്ഞ ആളുകളെ ഇങ്ങനെ നാസ്തികരായിട്ടും പരലോക നിഷേധികളായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ളൂ. മഹാഭൂരിപക്ഷം ആളുകളും പരലോകത്തെ ഒരർത്ഥത്തിലല്ലെങ്കിൽ ശരിയായ വിധത്തിലല്ല, മറ്റൊരർത്ഥത്തിലെങ്കിലും മരണാനന്തരമുള്ള ജീവിതത്തെ വിശ്വസിച്ചവരാണ്. ചിലരൊക്കെ പുനർജീവിതം എന്നാ പറയുന്നത് ഇവിടെ തന്നെ. അതാണ് ചണ്ടാളനും മറ്റൊരും മറിച്ചവനൊക്കെ ആയിട്ട് എരുമയും പൂച്ചയും പട്ടിയും നായൊക്കെ ആയിട്ട് ഇവിടെ തന്നെ വരും എന്ന് പറയുന്ന പുനർജീവിതം പറയുന്നത്. ഇസ്ലാം പറയുന്നത് പുനരുത്ഥാനമാണ്. സ്വന്തം നായിട്ട് തന്നെയാണ് വരുന്നത്, വേറൊന്നും രൂപാന്തരപ്പെട്ടിട്ടൊന്നുമല്ല. ഇതേ ആൾ തന്നെയാണ് വരുന്നത്. പിന്നെ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ തന്നെ ഇങ്ങോട്ട് മടക്കിക്കൊണ്ടുവരാൻ അവന് കഴിയുമെന്നാണ്. നമ്മളൊക്കെ സൃഷ്ടിച്ചതുപോലെ ഒരു മാറ്റമില്ലാതെ റബ്ബ് പരലോകത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഈ ഇസ്ലാം കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, മരിച്ചതിന് ശേഷം പിന്നെ ഒന്നുമില്ല, ദൈവമല്ല മതമല്ല ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത് ഒരു ന്യൂനപക്ഷമാണ് ലോകത്ത് ഉണ്ടായിട്ടുള്ളത്. ലോകത്ത് മെജോറിറ്റി മുശ്രിക്കുകൾക്കാണ്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുദൈവ വിശ്വാസികളാണ്, അല്ലാതെ നിരീശ്വരവാദികളല്ല. മുശ്രിക്കാവണമെങ്കിൽ തന്നെ എന്ത് വേണം? പാർട്ട്ണറെ ചേർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഏകത്വത്തിൽ വിശ്വസിക്കണമല്ലോ. അതിലാണ് അവരെന്ത് ചെയ്യുന്നത്? പങ്കു ചേർക്കുന്നത്. അള്ളാഹ് ഉണ്ട് എന്നൊക്കെ പറയും, പക്ഷേ ആ അള്ളാഹുവോട് നമുക്ക് അടുക്കാൻ പറ്റൂല. അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ മറ്റ് അതിൻ്റെ കീഴിലുള്ള ആളുകൾക്ക് കൊടുക്കുക, അവർ നമ്മളെ കാര്യം അള്ളാഹിനോട് പറഞ്ഞോളും, അങ്ങനെ നേടിത്തരും എന്നൊക്കെയുള്ള വികലമായ വിശ്വാസങ്ങളാണ് അവർക്കൊക്കെ ഉണ്ടായത്. എന്നാൽ യഥാർത്ഥത്തിൽ
തൗഹീദ് എന്താണ് എന്ന് നമ്മൾ പലവരും മനസ്സിലാക്കി കഴിയുകയും ചെയ്തു. അപ്പം ഇതാണ് ഇവരുടെ ചോദ്യം.